രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യ മൂല്യങ്ങളും മാത്രമല്ല, ഭരണഘടനാപരമായ അവകാശങ്ങൾ പോലും കനത്ത വെല്ലുവിളി നേരിടുകയാണ്. മുസ്ലിം ജനവിഭാഗത്തെ രണ്ടാം തരം പൗരന്മാരായി മുദ്രകുത്താനും അവരെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്താനുമുള്ള ശ്രമങ്ങൾ പല രൂപത്തിൽ അരങ്ങേറുകയാണ്. പൗരത്വ നിയമങ്ങളിലെ ഭേദഗതികൾ മുതൽ ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾ വരെ ഇതിന്റെ ഭാഗമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹിജാബ് നിരോധനം മുതൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറക്കുന്നതുവരെ നീളുന്നു ആ വിവേചന നയങ്ങൾ. നീതിന്യായ വ്യവസ്ഥയെപ്പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇത്തരം നീക്കങ്ങൾ നടക്കുന്നത് എന്നതും നാം കാണേണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് ബിജെപിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് അധികാരത്തിലുള്ളത്. കേന്ദ്ര സർക്കാരും ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഭരണ സംവിധാനങ്ങളും മുസ്ലിം ജനവിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആസൂത്രിതമായ നീക്കങ്ങൾ ആശങ്കാജനകമായവയാണ്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വത്തിന് പകരം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് അവിടങ്ങളിലെല്ലാം നിലനിൽക്കുന്നത്. ഇഷ്ടവസ്ത്രം ധരിക്കുന്നതിന്റെ പേരിലും ഇഷ്ടഭക്ഷണം കഴിക്കുന്നതിന്റെ പേരിലും മനുഷ്യർ വേട്ടയാടപ്പെടുകയാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തെ ക്രിമിനലുകളായി ചിത്രീകരിക്കാനും അവരുടെ സ്വത്തുവകകൾ തകർക്കാനും ശ്രമമുണ്ടാകുന്നു. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനെന്ന വ്യാജേന മുസ്ലിം ആരാധനാലയങ്ങളെയും വീടുകളെയും ലക്ഷ്യമിട്ട് ബുൾഡോസറുകൾ നീങ്ങുകയാണ്. വാരാണസിയിലെ ഗ്യാൻവ്യാപി മസ്ജിദ്, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് തുടങ്ങിയ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മസ്ജിദുകൾക്ക് മേൽ അടക്കം ഹിന്ദുത്വ വർഗീയവാദികൾ